നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും മാസങ്ങളോളം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത് വലിയ വാർത്തയായിരുന്നു. ബഹിരാകാശ പേടകത്തിലെ തകരാറിനെ തുടർന്ന് 9 മാസമാണ് അവർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത്. ഒടുവിൽ ഒരു സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സൂളിൽ ഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഇതാ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ശേഷം 3 ബഹിരാകാശ യാത്രികർ കൂടി പേടകത്തിലെ തകരാറ് മൂലം ബഹിരാകാശത്ത് കുടുങ്ങിയിരിക്കുകയാണ്. ചൈനയുടെ ഷെൻഷോ 20 പേടകത്തിലെ റിട്ടേൺ ക്യാപ്സൂളിൽ ബഹിരാകാശ അവശിഷ്ടങ്ങൾ ഇടിച്ച് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് 3 ചൈനീസ് യാത്രികരാണ് ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്നത്. ചെൻ ഡോങ്, ചെൻ സോങ് രുയി, വാങ് ജി എന്നിവരാണ് ഏപ്രിൽ മുതൽ ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിൽ തുടരുന്നത്. നവംബർ 5-നായിരുന്നു സംഘത്തിന്റെ മടക്കയാത്ര നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ക്യാപ്സൂളിന്റെ പുറം ഭാഗത്ത് കേടുപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇത് മാറ്റിവെക്കുകയായിരുന്നു. ഭ്രമണപഥത്തിലെ ബഹിരാകാശ അവശിഷ്ടവുമായി കൂട്ടിയിടിച്ചതാണ് കാരണമെന്നാണ് ചൈന മാനഡ് സ്പേസ് ഫ്ലൈറ്റ് ഏജൻസി കരുതുന്നത്. പേടകം ഇപ്പോഴും പുനഃപ്രവേശനത്തിനായി ഉപയോഗിക്കാൻ കഴിയുമോ എന്നറിയാൻ ആഘാത വിശകലനവും അപകട സാധ്യതാ വിലയിരുത്തലും ആരംഭിച്ചിട്ടുണ്ട്. ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് മുമ്പുള്ള അന്തിമ പരിശോധനയിലാണ് കേടുപാടുകൾ കണ്ടെത്തിയത്. ഇത് പരിഹരിക്കാനാകുമോ അതോ ബദൽ പദ്ധതികൾ ആവശ്യമാണോ എന്നും ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ബാക്കപ്പ് റെസ്ക്യൂ പ്ലാനുകൾ പരിഗണനയിലാണെന്നും CMSA അറിയിച്ചു. ഇതിനായി ഷെൻഷോ 22 ദൗത്യം വിക്ഷേപിച്ചേക്കാം. എങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ബഹിരാകാശ യാത്രികർക്ക് എപ്പോൾ ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. എല്ലാ ബഹിരാകാശ യാത്രികരും ആരോഗ്യവാന്മാരാണെന്നും ടിയാൻഗോങ്ങിലെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എഞ്ചിനീയർമാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വിക്ഷേപിച്ച ഷെൻഷോ 21 ദൗത്യത്തിന്റെ ബഹിരാകാശ യാത്രികരും ടിയാൻഗോങ്ങിൽ എത്തിയിട്ടുണ്ട്. ചന്ദ്രന്റെ വിദൂരവശം ലക്ഷ്യമാക്കിയുള്ള തങ്ങളുടെ സുപ്രധാന റോവർ ദൗത്യമായ റാഷിദ് 2 വികസനം പൂർത്തിയാക്കിയതായി UAE അറിയിച്ചു. റോവറിന്റെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾക്കായി ഇതിനെ US-ലേക്ക് അയച്ചിട്ടുണ്ട്. അടുത്ത വർഷം റോവർ വിക്ഷേപിക്കപ്പെടും. UAE-യിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിലാണ് ഈ റോവറിന്റെ വികസനം നടന്നത്. ഗൾഫ് മേഖലയിലെ സാമ്പത്തിക ശക്തികളിലൊന്നായ UAE ബഹിരാകാശ സാങ്കേതിക വിദ്യയ്ക്ക് അടുത്ത കാലത്തായി വലിയ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ഉൾപ്പെടെ വിവിധ ദൗത്യങ്ങൾ UAE വിജയകരമായി നടത്തിയിട്ടുണ്ട്. ചന്ദ്രന്റെ വിദൂരവശം ഭൂമിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കാത്ത ഭാഗമാണ്. ഭൂമിയും ചന്ദ്രനുമായി ടൈഡൽ ലോക്കിംഗ് എന്ന പ്രതിഭാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാലാണ് ഈ വശം എപ്പോഴും നമുക്ക് മുഖം തരാതെ മറിഞ്ഞിരിക്കുന്നത്. ചന്ദ്രൻ ഭൂമിയെ ഭ്രമണം ചെയ്യാനെടുക്കുന്ന സമയവും സ്വന്തം അച്ചുതണ്ടിൽ ചുറ്റിത്തിരിയുന്ന സമയവും ഏകദേശം ഒന്ന് തന്നെയായതാണ് ഈ പ്രതിഭാസത്തിന് വഴിവെച്ചത്. തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ ഈ ഭാഗം ഇരുണ്ട വശമെന്നും അറിയപ്പെടാറുണ്ട്. എന്നാൽ വിദൂരവശത്തും സൂര്യപ്രകാശം നമ്മെ അഭിമുഖീകരിക്കുന്ന വശത്തിൽ പ്രകാശം വീഴുന്ന അതേ തോതിൽ ലഭിക്കാറുണ്ട്. നമ്മെ അഭിമുഖീകരിക്കുന്ന ചാന്ദ്രമുഖത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് വിദൂരവശം. ഈ ഭാഗത്ത് കൂടുതൽ പടുകുഴികളും ഗർത്തങ്ങളുമുണ്ട്. അഗ്നിപർവ്വത പ്രവാഹങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഇരുണ്ട സമതലങ്ങൾ ഇവിടെ വളരെ കുറവാണ്. ആദിമകാലത്ത് ഭൂമിയിലേക്ക് തിയ എന്ന മറ്റൊരു ഗ്രഹം വന്നിടിച്ചതിനെ തുടർന്നുണ്ടായ പ്രത്യാഘാതങ്ങളിലാണ് ചന്ദ്രൻ പിറവിയെടുത്തതെന്നാണ് ചന്ദ്രന്റെ ജനനം സംബന്ധിച്ചുള്ള പ്രബലമായ സിദ്ധാന്തം.